Hi dear parents. ഇതുവരെ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ നമ്മളെ മക്കളെ എല്ലാവരും സൈലത്തിന്റെ ഓരോ ക്ലാസ്സുകളും കണ്ടുകൊണ്ട് അവരുടെ കണ്ടന്റുകളായാലും അവരുടെ ചാപ്റ്റേഴ്സുകളായാലും ഒക്കെ കണ്ട് പഠിച്ച് എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി നമ്മളെ മക്കൾ പോകാൻ പോകുന്നത് 4ാം ക്ലാസ്സിലേക്കാണ് അല്ലേ. ശരിക്കും പറയുവാണെങ്കിൽ ഇത്ര കാലം അവർ പഠിച്ച കണ്ടന്റുകളായിരിക്കില്ല ഇനി അവർക്ക് വരാൻ പോകുന്നത് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളായിരിക്കും. ഇക്കൊല്ലമാണ് നമ്മുടെ 4ാം ക്ലാസ്സിലെ സിലബസ് മാറിയത്. സിലബസ് മാറിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ വന്ന മാറ്റങ്ങളും അതുപോലെ എക്സാം പാറ്റേണിൽ വന്ന മാറ്റങ്ങളും അവർക്ക് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കണ്ടന്റുകളും ഇതൊക്കെ കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ 4ാം ക്ലാസ്സിലെ മക്കളെ കാത്തിരിക്കുന്ന അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമുകളൊക്കെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുവാണെങ്കിൽ ബേസ് അത്രയും സെറ്റാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകളൊക്കെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സൈലം എൻ്റെ കുട്ടികൾക്ക് ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് തന്നെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൻ്റെ പേരാണ് പ്രാണ ബാച്ച്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മളെ ബാച്ചിൽ ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ 3ാം ക്ലാസ് വരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന യൂട്യൂബ് ലൈവിനേക്കാളും എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുവാണെങ്കിൽ അവരുടെ ഓരോ സബ്ജക്റ്റുകളും ഇപ്പം മാത്സ് മാത്രമല്ല, മാത്സാണ് കുറേ പേർക്ക് ടഫായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ്, പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ. ശരിക്കും മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചാപ്റ്റർ മുതലുള്ള കണ്ടന്റുകളും അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ലൈവുകളും ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമ്മളെ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ലൈവ് ക്ലാസ്സിന് ശേഷം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും സെറ്റാക്കി എടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകളും ദെൻ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷമുള്ള റിവിഷൻ ക്ലാസ്സുകളും എല്ലാം നമ്മളെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ ബാച്ചിലുള്ള ഏറ്റവും വലിയൊരു ഫീച്ചറാണ് പാരന്റ് ആപ്പ് എന്ന് പറയുന്നത്. പാരന്റ് ആപ്പ് എന്താണെന്നുള്ളത് വെച്ചാൽ നമ്മളെ മക്കളിപ്പം ഓരോ ലൈവുകളും എത്ര സമയം ഇരുന്ന് കണ്ടു, ഏതൊക്കെ സമയത്താണ് കാണുന്നത്, ഇത്രയും കാര്യങ്ങൾ കൂടാതെ തന്നെ ഓരോ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവരതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പാരൻസിനും നമ്മളെ ബാച്ചിലൂടെ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫീച്ചറിൻ്റെ പേരാണ് പാരന്റ് ആപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നമ്മളെ ആപ്പ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴി നമ്മളെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ ഒരു OTP അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ സൈലം ആപ്പ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഓപ്പൺ ചെയ്ത് വരുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും. ഇതിൽ നിങ്ങൾ സ്കൂൾ പ്രിപ്പറേഷൻസ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ ഇനി പോകാൻ പോകുന്നത് 4ാം ക്ലാസ്സിലേക്കാണ്. നമുക്ക് ക്ലാസ് സ്റ്റാൻഡേർഡ് 4 സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ നമ്മളെ ബാച്ച് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. അതിൽ ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പ്ലാനുകൾ കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ ബേസ് പ്ലാൻ ആണ്, സെക്കൻഡ് വൺ ഇൻഫിനിറ്റി പ്ലാൻ ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ അത് ഇൻഫിനിറ്റി പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാര്യം അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അവർ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിനെക്കാട്ടും കൂടുതൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇൻഫിനിറ്റി പ്ലാനിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ താല്പര്യം നിങ്ങളത് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിൽ താഴെ കാണുന്ന ബൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെയുള്ള പ്രൊസീഡ് ടു ബൈ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ GPay വഴിയോ അല്ലെങ്കിൽ ഫോൺപേ വഴിയോ നമ്മളെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ സൈലം എങ്ങനെയാണോ എൻ്റെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നത് അതിനേക്കാളും അടിപൊളിയായിട്ട് 4ാം ക്ലാസ്സിൽ ഈ ഒരു പ്രാണ ബാച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരുമിച്ച് തന്നെ കടന്നു പോകണം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എല്ലാ കണ്ടന്റുകളും നമുക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും നമുക്ക് പ്രാണ ബാച്ചിലൂടെ തന്നെ പഠിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇത്രയും കൊല്ലം നിങ്ങളുടെ കൂടെ എത്രമാത്രം സപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതിനേക്കാളും അടിപൊളിയായിട്ട് ഈ കൊല്ലവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നമുക്കിനി പ്രാണ ബാച്ചിൽ വെച്ച് കാണാം. ബൈ ബൈ.